നമസ്കാരം. ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്താ അറിയിപ്പാണ്. ഇത് പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും പൂർണ്ണമായും അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത് നവംബർ മാസത്തിൽ 1600 രൂപ വീതമായിരുന്നു. അത് ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തുക നവംബർ മാസങ്ങളിൽ എല്ലാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സംസ്ഥാന സർക്കാർ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 2 മാസങ്ങളിലെ പെൻഷൻ തുകയാണ് ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകളും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ആളുകൾക്കും ക്ഷേമ പെൻഷൻ്റെ ഈ ഒരു തുക 3200 രൂപ ഈ വരുന്ന 25-ാം തീയതിക്കകം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്കൊക്കെ എത്തിച്ചേരുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ തവണത്തെയും പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുക. ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ SMS വരുന്നതായിരിക്കും. ഈ ഒരു തുക എത്തിയതിന് ശേഷം 1, 2, 3, 4 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക കൈപ്പറ്റുവാൻ സാധിക്കുക. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ 3200 രൂപ തന്നെ വിതരണം ചെയ്യും. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകൾ മുഖാന്തരം പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സംസ്ഥാന സർക്കാരുകളുടെ തുക മാത്രം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വീതമായിരിക്കും ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുക. പിന്നീടായിരിക്കും കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ ഒരു തുക എപ്പോഴാണ് കേന്ദ്ര വിതരണം ചെയ്യുന്നത് എന്ന് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചാലുടൻ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.